പ്രണയം ഒരു കാത്തിരിപ്പ് ഭാഗം 32 രചന അവതരണം ഗായത്രി ദേവ്. അമ്മ ഫ്രഷ് ആയി വാ, അത് ഉറങ്ങിക്കോട്ടടാ, ഇപ്പോഴേ ശല്യപ്പെടുത്തേണ്ട. ഇന്ന് കോളേജൊന്നും ഇല്ലല്ലോ ആ കുട്ടിക്ക്. പാവം, അതിൻ്റെ ഫാമിലി സിറ്റുവേഷൻസിലൊന്നും അതിന് സമാധാനത്തോടെ ജീവിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ, നീ ഇപ്പോഴേ അതിനെ ശല്യപ്പെടുത്താൻ പോകേണ്ട. സൂര്യൻ മൂളി. ശ്രീദേവി അവരുടെ റൂമിലേക്ക് കയറി പോവുകയും ചെയ്തു. റോബിൻ പത്രം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. സൂര്യൻ ഫ്രഷ് ആവാൻ വേണ്ടി മുകളിലേക്ക് കയറിപ്പോയി. അവൻ്റെ റൂമിലേക്ക് നടക്കുമ്പോൾ അവൻ ഗായത്രിയുടെ റൂമിലേക്ക് നോക്കി. വാതിൽ അടഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. സൂര്യൻ ചെന്ന് ഡോർ നോക്ക് ചെയ്തു. മറുപടി ഇല്ലാഞ്ഞപ്പോൾ വാതിൽ തുറന്നു. ബാത്റൂമിൽ വെള്ളം വീഴുന്നത് കേൾക്കാം. അവൾ കുളിക്കുകയാണെന്ന് അവന് മനസ്സിലായി. അവൻ വീണ്ടും വാതിൽ അടച്ചു തൻ്റെ റൂമിലേക്ക് പോയി. സൂര്യൻ കുളിയെല്ലാം കഴിഞ്ഞ് താഴെ വരുമ്പോൾ ശ്രീദേവിയും റോബിനും ഡൈനിങ് ഹാളിൽ ഇരിക്കുന്നുണ്ട്. സൂര്യനും ചെന്ന് അവരുടെ കൂടെ ഇരുന്നു. അമ്മ ഇന്ന് ഗായത്രിയും കൂട്ടി ഒന്ന് പുറത്തു പോകുന്നുണ്ട്, പോയിട്ട് വാടാ. ആൻറ്റി, റോബിൻ വിളിച്ചത് കേട്ട് ശ്രീദേവി അവനെ മുഖമുയർത്തി നോക്കി. എനിക്കവളെ നമ്മുടെ അമ്മുക്കുട്ടിയെ പോലെ തോന്നി. ആൻറ്റിക്ക് ഫീൽ ചെയ്തോ? ആർദ്രതയോടെ ശ്രീദേവി അവനെ നോക്കി. അന്ന് ആദ്യമായി ഞാൻ ആ കുട്ടിയെ സൂര്യൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ കണ്ടില്ലേ, അന്ന് എനിക്ക് ഈ കാര്യം തന്നെയാണ് തോന്നിയത്. അമ്മു തന്നെ. ആ പതിഞ്ഞ സംസാരവും ചിരിയുമൊക്കെ ഏതോ ഓർമ്മയിൽ ശ്രീദേവിയും നിർത്തി. വിഷയം മാറ്റാനായി സൂര്യൻ വേഗം ഇടപെട്ടു. അമ്മ എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? പുട്ടും കടലക്കറിയും പഴവുമൊക്കെ അടുക്കളയിൽ നിൽക്കുന്ന ചേച്ചി തയ്യാറാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഓക്കേടാ, എന്നാൽ കഴിക്കാം. കഴിച്ചിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കണം, ശ്രീദേവി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. അമ്മ ഷോപ്പിങ്ങിന് വരുന്നു? ഇല്ലടാ, നിങ്ങൾ 3 പേരും പോയിട്ട് വായോ. ആ കുട്ടിയെ ഹാപ്പി ആയിട്ട് കൊണ്ടുവരണം. റോബിൻ ചിരിയോടെ തലയാട്ടി. പുറത്ത് ഒരു വാഹനത്തിൻ്റെ ശബ്ദം കേട്ട് 3 പേരും മുഖത്തോട് മുഖം നോക്കി. ആരോ വന്നിട്ടുണ്ട്. അടുക്കളയിൽ സഹായത്തിന് നിൽക്കുന്ന മേരി ചേച്ചി ഉടനെ തന്നെ വീടിൻ്റെ മുൻവശത്തേക്ക് നടന്നു. ആരാടാ ഈ രാവിലെ തന്നെ? മേരി ചേച്ചി ഹാളിലേക്ക് വരുമ്പോൾ കൂടെ വിശ്വനാഥനും ഭാര്യ ശോഭനയും മകൾ ശ്രേയയും കൂടെ ഉണ്ടായിരുന്നു. സൂര്യൻ്റെ അച്ഛൻ മാധവ് മേനോൻ്റെ ബിസിനസ് ഫ്രണ്ടാണ് വിശ്വനാഥൻ. ആൻറ്റി, ഇത് നമുക്കുള്ള പണിയാണ് കേട്ടോ, റോബിൻ അടക്കിയ ശബ്ദത്തിൽ ശ്രീദേവിയോട് പറഞ്ഞു. ആ കുട്ടി ഇവിടെ ഉള്ളപ്പോൾ തന്നെ ഇവരെത്തിയല്ലോ ഇവിടെ. മാധവേട്ടൻ വന്നിട്ട് ഒതുക്കത്തിൽ കാര്യം പറയാൻ ഇരിക്കുവായിരുന്നു ഞാൻ. ശ്രീദേവിയും പിറുപിറുത്തു. 2 പേരും അടക്കി സംസാരിക്കുന്നത് കേട്ട് സൂര്യൻ 2 ആളെയും കൂർപ്പിച്ചു നോക്കി. ശ്രീദേവി ഉടനെ തന്നെ എഴുന്നേറ്റ് അവരെ സ്വീകരിച്ചു. വരൂ. ശ്രീദേവി ഹോസ്പിറ്റലിൽ പോവാറായോ? വിശ്വനാഥൻ ചോദിച്ചു. ഇല്ല വിശ്വേട്ടാ, ഞാൻ ഇന്നലെ നൈറ്റ് ഹോസ്പിറ്റലിലായിരുന്നു. ഇന്നിനി വൈകിട്ടേ പോവുള്ളൂ. ശോഭനയും ശ്രേയയും പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീദേവി പറയുന്നത് കേൾക്കുകയാണ്. റോബിനെയും സൂര്യനെയും കണ്ട് ശോഭനയ്ക്കും വിശ്വനാഥനും സന്തോഷമായി. നിങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ, അയാൾ തുറന്നു പറഞ്ഞു. കുറച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഓഫീസിലേക്ക് പോകാൻ ഇരിക്കുകയാണെങ്കിൽ, റോബിൻ പറഞ്ഞു. യങ് ഐക്കൺ ഓഫ് ബിസിനസ് വേൾഡ്, സൂര്യൻ എന്താ മിണ്ടാതിരിക്കുന്നത്? വിശ്വനാഥൻ ഒരു ചിരിയോടെ അവനോട് ചോദിച്ചു. നത്തിങ് അങ്കിൾ, അവൻ പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചു. ശ്രേയ ആണെങ്കിൽ അവൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കുന്നില്ല. ശോഭനയും തൻ്റെ ഭാവി മരുമകനെ സ്കാൻ ചെയ്യുകയാണ്. ഞങ്ങളിവിടെ അടുത്ത് ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഇവിടെയും ഒന്ന് കയറിയിട്ട് പോവാമെന്ന് വിചാരിച്ചു, ശോഭന പറഞ്ഞു. അതിനെന്താ, വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് സംസാരിക്കാം. അവർ ഡൈനിങ് ഹാളിലേക്ക് പോവാനിരിക്കുമ്പോഴാണ് ഗായത്രി സ്റ്റെയർകേസ് ഇറങ്ങി വരുന്നത്. കുളി കഴിഞ്ഞ് മുടി വിടർത്തിയിട്ടിട്ടുണ്ട്.
ലേശം ചുരുണ്ട മുടിയാണ്. പൊതുവെ ഒരു ചെമ്പ് നിറമുള്ള മുടിയാണ്. വല്ലാതെ ഒരു ഭംഗിയാണ് ആ മുടി ഇങ്ങനെ അഴിച്ചിട്ട് കാണുന്നത്. സൂര്യന് തോന്നി. ഒരു ലൈറ്റ് പിങ്ക് ടോപ്പും പലാസയുമാണ് വേഷം. ഹാളിൽ അറിയാത്ത ആൾക്കാരെ കണ്ട് അവളും ഒന്ന് പരിഭ്രമിച്ച് സ്റ്റേക്കേസിൽ തന്നെ നിന്നു. ശോഭനയുടെയും ശ്രേയയുടെയും കൂർപ്പിച്ച നോട്ടം ഗായത്രിയുടെ മേലേക്ക് വീഴുന്നുണ്ട്. ഇതാരായി കുട്ടി ശ്രീദേവി? അതെൻ്റെ ഫ്രണ്ടിൻ്റെ മകളാ. ശ്രീദേവി പെട്ടെന്ന് തന്നെ ആലോചിച്ച് വെച്ച ഉത്തരം അവരോട് പറഞ്ഞു. മോളെ താഴേക്ക് വാ, ശ്രീദേവി അവളെ വിളിച്ചു. ഗായത്രി നടന്നു ചെന്ന് ശ്രീദേവിയോട് ചേർന്ന് നിന്നു. ഗുഡ് മോർണിംഗ് ആൻറ്റി. ഗുഡ് മോർണിംഗ് മോളെ. ഇത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ആണ്, ശ്രീദേവി ശോഭനയും ശ്രേയയും ഒക്കെ കാണിച്ച് അവളോട് പറഞ്ഞു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവരെ നോക്കി. എന്താ മോളുടെ പേര്? ശോഭന അവളെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഗായത്രി. കുട്ടിക്ക് ഹോസ്റ്റലിൽ നിന്നുകൂടെ? ശോഭനയുടെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ ഗായത്രി എന്തു പറയണമെന്നറിയാതെ നിന്നു. ഉടനെ തന്നെ ശ്രീദേവി ഇടപെട്ടു. അവൾ ഹോസ്റ്റലിൽ തന്നെയാണ് ശോഭന. ഞാൻ വിളിച്ചിട്ട് വീക്കെൻഡ് നിൽക്കാൻ വന്നതാ. വീക്കെൻഡ് അവർക്ക് കോളേജ് ഹോളിഡേ ആണല്ലോ. അവളുടെ പാരൻസ് ഇവിടെ ഇല്ല, ദുബായിലാണ്. ഞാനാണ് ഇവിടെ ലോക്കൽ ഗാർഡിയൻ അവളുടെ. ശ്രീദേവി സംയോജിതമായി ആ സാഹചര്യം നേരിട്ടു. ഗായത്രി നന്ദിയോടെ അവരെ നോക്കി. ശോഭനയ്ക്ക് ഗായത്രി ഹോസ്റ്റലിലാണോ എന്ന് കേട്ടപ്പോൾ സമാധാനമായി. ഈ കുട്ടി ഏത് കോളേജിലാണ് പഠിക്കുന്നത്? സൂര്യൻ വർക്ക് ചെയ്യുന്ന കോളേജിലാണോ? ഇത്തവണ ശ്രേയയുടെ വകയായിരുന്നു ചോദ്യം. യെസ്, സൂര്യനാണ് മറുപടി നൽകിയത്. സെയിം എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനാണോ പഠിക്കുന്നത്? അതെന്ന് അവൻ മറുപടിയും നൽകി. അപ്പോൾ സൂര്യൻ തന്നെ പഠിപ്പിക്കുന്നുണ്ടാവുമല്ലേ? ആ ചോദ്യം ഗായത്രിയോടാണ്. അതെ എന്ന് അവൾ തലയാട്ടി. ഒരു കുശുമ്പ് ശ്രേയയുടെ മനസ്സിൽ വന്നു. ഗായത്രി ഒരു കൊച്ചു സുന്ദരിയാണെന്ന് അവൾ നോക്കിക്കണ്ടു. അവൾക്ക് സൂര്യൻ്റെ ക്ലാസ്സിലിരുന്ന് സൂര്യനെ ദിവസവും കാണാം. ശ്രീദേവി ആൻറ്റി പറഞ്ഞത് വെച്ച് അവർ ഫാമിലി ഫ്രണ്ട്സുമാണ്. ശ്രേയയുടെ ഉള്ളിൽ അസ്വസ്ഥത പടർന്നു. ഏതോ ഒരു ഭയവും പേടിയും ഗായത്രിയുടെ ഉള്ളിലും നിറഞ്ഞു. അവൾ പതുക്കെ തല തിരിച്ച് റോബിനെ നോക്കി. അവളുടെ ടെൻഷൻ കണ്ടിട്ട് ഒന്നുമില്ലെന്ന മട്ടിൽ റോബിൻ കണ്ണു ചിമ്മി കാണിച്ചു. സൂര്യൻ അവളെ നോക്കുന്നതേയില്ല. ഗായത്രിയുടെ കൈപിടിച്ച് ശ്രീദേവി ഡൈനിങ് റൂമിലേക്ക് കടന്നു. എല്ലാവരും വരൂന്നേ, കഴിക്കാം. സംസാരമൊക്കെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് ശ്രീദേവി മേരി ചേച്ചിയെ വിളിച്ചു. അവർ ഉടനെ തന്നെ ഡൈനിങ് ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റും ടീയും കോഫിയും ഒക്കെ സെർവ് ചെയ്യാൻ തുടങ്ങി. സൂര്യ, റോബിൻ, നിങ്ങളും കഴിച്ചോളൂ, ശ്രീദേവി അവരെ വിളിച്ചു. ശ്രീദേവി ഇരിക്കുന്നില്ലേ? വിശ്വനാഥൻ അവരോട് ചോദിച്ചു. ഞാൻ മോർണിംഗ് ഹോസ്പിറ്റലിൽ നിന്ന് ടീ ഒക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്, അതുകൊണ്ട് ഇപ്പോൾ വേണ്ട. മോളെ ഗായത്രി, നീയും ഇരിക്കു കുട്ടി. ശ്രീദേവി പറഞ്ഞത് കേട്ട് ശ്രേയയുടെ മുഖം ചുളിഞ്ഞു. എനിക്ക് വിശക്കുന്നില്ല ആൻറ്റി, കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. ഓക്കെ മോളെ. അവളുടെ സങ്കോചം അറിഞ്ഞ് ശ്രീദേവി പെരുമാറി. സൂര്യൻ കോളേജിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ശ്രേയയുടെ വകയാണ് ആ ചോദ്യം. ഫോർ ടൈം ബീയിങ്, അവനൊരു അലസമട്ടിൽ പറഞ്ഞു. ഗായത്രി കേൾക്കുന്നുണ്ടല്ലോ എന്ന് അവൻ ഓർത്തു. അവനൊരു ബിസിനസ് മാൻ ആണെന്ന് അവൾക്കറിയില്ല, അവളോട് പറഞ്ഞിട്ടുമില്ല. കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസർ ആണെന്ന് മാത്രമേ അവൾക്കറിയുള്ളൂ. വിഷയം മാറ്റാനായി ഉടനെ സൂര്യൻ ശ്രേയയോട് സംസാരിക്കാനും തുടങ്ങി. നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? ഇസ് ഇറ്റ് ഓൾ ഫൈൻ? അവൻ്റെ ചോദ്യം കേട്ട് ശ്രേയയ്ക്കും സന്തോഷമായി. തൻ്റെ കാര്യങ്ങൾ അവൻ അന്വേഷിച്ചല്ലോ. ഞാനിപ്പോൾ MBA ചെയ്യുന്നു, ബാംഗ്ലൂരിൽ. പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേരും അവൾ പറഞ്ഞു. സൂര്യൻ തലയാട്ടി. മാനേജ്മെൻറ്റ് റിലേറ്റഡ് സബ്ജക്റ്റിനെ പറ്റിയൊക്കെ അവൻ ശ്രേയയോട് കുറച്ച് സംസാരിച്ചു. ഗായത്രി അത്ഭുതത്തോടെ അവനെ കേട്ടു. എല്ലാ സബ്ജക്ട്സും സാറിന് അറിയാമല്ലോ. മാനേജ്മെൻറ്റും മാർക്കറ്റിങ്ങും ഒക്കെ സാറിന് ഇങ്ങനെ നന്നായി അറിയുന്നത് എങ്ങനെയാണെന്ന് അവൾ ആലോചിച്ചു. റോബിനെ നോക്കിയപ്പോൾ
അവൻ ശ്രേയയെ വലിയ മൈൻഡ് ചെയ്യാതെ കഴിച്ച് എഴുന്നേൽക്കുന്നതാണ് കണ്ടത്. ഗായത്രി ശ്രീദേവിയുടെ കൂടെ അടുക്കളയിലേക്ക് നടന്നു. മോൾക്ക് ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട് ആൻറ്റി? മോൾ ഇവിടെ ഉള്ളപ്പോൾ ഗസ്റ്റ് വന്നത്? അവൾ അമ്പരന്നു. ഇതുവരെ യാതൊരു കൺസിഡറേഷനും ലൈഫിൽ കിട്ടാത്ത തനിക്ക് അവരുടെ വീട്ടിൽ ഗസ്റ്റ് വന്നത് തനിക്ക് ബുദ്ധിമുട്ടായോ എന്ന് ചിന്തിക്കുന്ന ശ്രീദേവിയെ ആലോചിച്ച് ഗായത്രി അത്ഭുതപ്പെട്ടു. എന്തു പറയണമെന്നറിയാതെ അവൾ നിൽക്കുകയും ചെയ്തു. എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോൾ റോബിനും സൂര്യനും വിശ്വനാഥനുമായി സംസാരിച്ച് മുന്നിലെ ഹാളിലേക്ക് പോയി. മേരി ചേച്ചിയുടെ കൂടെ ഗായത്രി പ്ലേറ്റുകളൊക്കെ എടുത്ത് കിച്ചണിലേക്ക് വന്നത് കണ്ട് ശ്രീദേവി അവളെ ശകാരിച്ചു. മോൾ എന്തിനാണ് പാത്രങ്ങളൊക്കെ എടുത്തത്? ആദ്യമായിട്ടൊരു വീട്ടിൽ വന്നിട്ട് മോൾ ഇവിടെ ജോലി ചെയ്യാനോ? ഇതൊന്നും സാരമില്ല ആൻറ്റി, ഞാൻ വീട്ടിലും ചെയ്യുന്നതാണ്. എന്നാൽ മോൾ ഇവിടെ ഇതൊന്നും ചെയ്യേണ്ട, കേട്ടല്ലോ? ഇരുന്ന് പഠിച്ചാൽ മാത്രം മതി. നല്ല സ്കോഴ്സൊക്കെ വാങ്ങി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നേടിയെടുക്കണം ലൈഫിൽ. അവർ പറയുന്നത് കേട്ട് ഗായത്രി ഒരുപാട് ഇഷ്ടത്തോടെ അവരെ നോക്കി. എന്തു നല്ല അമ്മയാണ് സാറിന് കിട്ടിയത്, അവൾ ആലോചിച്ചു. അപ്പോഴാണ് റോബിൻ കിച്ചണിലേക്ക് വന്നത്. ആൻറ്റി, അവരിപ്പോൾ പോകും. നമ്മൾ വിചാരിച്ചതുപോലെ ഒരു ഭാര്യയുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. റോബിൻ വന്ന് അടക്കത്തിൽ അവരോട് പറഞ്ഞു. ഗായത്രി നോക്കുന്നത് കണ്ട് അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി. ശ്രീദേവി ഉടനെ തന്നെ ഹാളിലേക്ക് പോയി. ശ്രീദേവിയെ കണ്ടതും കനത്തിൽ അവരെ ഒന്ന് നോക്കി സൂര്യൻ വിശ്വനാഥനോട് ബൈ പറഞ്ഞ് മുകളിലേക്ക് പോയി. തുടരും. കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും കമൻറ്റും ലൈക്കും തരണേ പ്ലീസ്. കഥ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വായിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. താങ്ക് യു.